എനിക്ക് അത്ര ഇക്കാര്യത്തിൽ പറയാനുള്ളൂ. ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ ഒരു തൊട്ടിൽ വരെ ശരിയാക്കാൻ ആശാരിയോട് പറഞ്ഞിട്ടാ ഞാനിവിടെ നിൽക്കുന്നേ. ഞാനിപ്പോ ആശാരിയോട് ഇനി എന്ത് പറയും? എന്തായാലും രാജീവേട്ടനില്ലാതെ ഞാൻ അവിടെ നിൽക്കില്ല. പിന്നെ തൊട്ടിലിന്റെ കാര്യം ആദ്യം ഇവിടെ നിന്ന് ഞാൻ സമാധാനത്തോടെ പ്രസവിക്കട്ടെ, എന്നിട്ടല്ലേ കൊച്ചിനെ തൊട്ടിലിട്ട് ആട്ടാൻ പറ്റൂ. അത് നമുക്ക് അപ്പ ആലോചിക്കാം. അപ്പോ നീ ഇപ്പൊ ഞങ്ങളുടെ കൂടെ വരുന്നില്ല? ഇല്ല. എങ്കിലേ നീ ജീവിതകാലം മുഴുവൻ ഇവിടെ നിൽക്കേണ്ടി വരും. കാരണേ നീ അവിടെ വന്ന് നിന്നില്ലെങ്കിൽ അവൻ ഒരിക്കലും ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല. അവൻ ഏതെങ്കിലും മദാമ്മയും കെട്ടി അവിടെ അങ്ങ് കൂടും. തന്തയില്ലാത്ത കൊച്ചിനെ കൊണ്ട് നീ ഇവിടെ തന്നെ കഴിയേണ്ടി വരും. പറഞ്ഞില്ലെന്ന് വേണ്ട കേട്ടോ. ഞാൻ സഹിച്ചു. ശാരദാമ്മേ, മോളുടെ അഹങ്കാരത്തിന് കൂട്ടുനിന്നിട്ടേ മകൾക്ക് താമസിക്കാൻ ഒരു മുറിയും കൂടി ഒരുക്കി കൊടുക്ക്. ഒരു സപ്രപഞ്ച കട്ടിലുണ്ടെങ്കിലേ അതും മകളങ്ങ് സുഖിക്കട്ടെ. ഇങ്ങോട്ട് വന്ന് നമ്മളെ പറഞ്ഞാ മതിയല്ലോ. അവനിനി വിളിക്കട്ടെ, പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞോളാം. വാ ഏട്ടാ, നമുക്ക് പോവാം. വന്നേ ഇങ്ങോട്ട്. ഇങ്ങോട്ട് വരാൻ. കൈന്ന് വിട്. മോളെ, പോകുന്നവരൊക്കെ അങ്ങ് പോട്ടെ അമ്മ. എനിക്കറിയാം എങ്ങനെ ജീവിക്കണമെന്ന്. മോളെ, എന്തൊക്കെ അവര് പറഞ്ഞാലും പ്രവർത്തിച്ചാലും നീ ജീവിക്കേണ്ടത് ആ വീട്ടിലാ. ജനിക്കാൻ പോകുന്ന ഈ കുഞ്ഞ് ജീവിക്കേണ്ടതും അവിടെയാ. രാജീവേട്ടനില്ലാതെ എന്നെ ഈ അമ്മയും അമ്മാവനും കൂടി അവിടെ ജീവിക്കാൻ സമ്മതിക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? സ്വസ്ഥത തരില്ല, ഭക്ഷണവും തരില്ല. വയറ്റിൽ കിടക്കുന്ന എന്റെ കുഞ്ഞിനെ പോലും എനിക്ക് ചിലപ്പോ ശ്രദ്ധിക്കാൻ കഴിഞ്ഞൊന്നും വരില്ല. ഞാൻ അവിടെ ഇല്ലെങ്കിൽ പണം അയക്കില്ലെന്ന് ചിലപ്പോ പറഞ്ഞു കാണും. അതിനായിരിക്കും ഇപ്പൊ ഓടി വന്നിരിക്കുന്നത്. ആദ്യം അവര് ചെയ്ത ക്രൂരതകൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാവട്ടെ, എന്നിട്ട് തീരുമാനിക്കാം എവിടെ ജീവിക്കണമെന്ന്. തീരുമാനം ആയില്ലെങ്കിലോ? കൊച്ചിനെ പ്രസവിച്ച് ഞാൻ അന്തസ്സായിട്ട് ജീവിച്ച് കാണിക്കും. എങ്ങനെ? അച്ഛൻ ഉപേക്ഷിച്ചപ്പോ അമ്മ 3 കുഞ്ഞുങ്ങളെയും കൊണ്ട് എങ്ങനെയാ ജീവിച്ചത്, അതുപോലെ ഈ ശാരികയും ജീവിക്കും, ജീവിച്ച് കാണിക്കും. ഞങ്ങൾ ഒന്ന് അഡ്വാൻസ് തുകയെ നിങ്ങളുടെ കയ്യിലിപ്പോഴും ഓർക്കണം. വാടകയ്ക്ക് താമസിക്കുന്നു പറഞ്ഞേ എന്തോന്ന് വിളിച്ചു പറയാന്ന് വിചാരിക്കരുതേ. അല്ല, ഇങ്ങനെ പെട്ടെന്ന് വന്ന് മാറണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങോട്ട് പോകാനാ? ഞങ്ങൾക്ക് കുറച്ച് സമയം വേണം. മാത്രമല്ല, ജീവിതകാലം മുഴുവൻ ഇവിടെ കിടക്കണമെന്ന് ഞങ്ങൾക്ക് ഒരാഗ്രഹവും ഇല്ല. പിന്നെ എല്ലാത്തിനും ഒരു മര്യാദയില്ലേ? അത് 2 കൂട്ടരും പാലിക്കണമെന്നേ ഞങ്ങൾ പറയുന്നുള്ളൂ. അങ്ങനെ ഒരു സമയം ഇനി തരാൻ പറ്റില്ല. ഇന്നോ നാളെയോ ഇവിടുന്ന് ഇറങ്ങിക്കൊള്ളണം. ഇല്ലെങ്കിൽ JCB കൊണ്ടുവന്ന് ഞാൻ ഈ വീടങ്ങ് ഇടിച്ചു നിരത്തും. പറഞ്ഞില്ലെന്ന് വേണ്ട. അതെ അതെ, ഞങ്ങൾ ഒഴിപ്പിക്കാൻ വേണ്ടി ഇയാൾ തിരിച്ചു നിരത്താൻ നിൽക്കണ്ട. ഇത് സുബേറിന്റെ സ്വപ്ന ഭവനമാ. ഞങ്ങൾ കാരണം അതൊരു കോട്ടം വരണ്ട. ഞങ്ങൾ ഒഴിഞ്ഞു പോയിക്കോളാം. എങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം. ഇനി ഒരു വരവ് കൂടി എനിക്ക് ഇങ്ങോട്ടുണ്ടാവരുത്. അതെ, ഞങ്ങൾ ഒഴിഞ്ഞു പൊക്കോളാം എന്ന് പറയുന്നുണ്ടല്ലോ. വേറെ ഏതെങ്കിലും വീട് കണ്ടുവച്ചിട്ടാണോ പറയുന്നേ? ഇവിടുന്ന് ഇറങ്ങിയ ഇവിടെയുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെക്കാൻ ഒരു സ്ഥലം വേണ്ടേ? നോക്ക്, ഇതൊന്നും കാണാതെ പൊയ്ക്കോളാം എന്ന് പറയുന്ന എന്തുദ്ദേശത്തില? അമ്മേ, നമുക്കിനി എന്തിനാ വേറെ വീട് അന്വേഷിക്കുന്നേ? നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാന്ന്. അവിടെ തുടങ്ങിയെടുക്കല്ലേ? ഓ, ആ വീട്ടിലെ നിങ്ങൾ ഒറ്റയ്ക്ക് അങ്ങ് പോയി താമസിച്ചാ മതി. എന്നെ കിട്ടില്ല അവിടെ പോയി താമസിക്കാൻ. അതിന് തയ്യാറായിട്ട് ആരും നിൽക്കുകയും വേണ്ട. എന്ത് ചെയ്യാനാ?
പറഞ്ഞാലോട്ട് കേൾക്കത്തുമില്ല. പപ്പി ദേ നോക്കി. ആ ഞാനും എഴുതി ദേ. പപ്പി ഞാൻ ഫിനിഷ് ചെയ്തു. എന്റെയും കഴിയാറായി. മോളെ, ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചയക്കലല്ല ഇന്നത്തെ മാതാപിതാക്കൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. അവൾ അവിടെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുക എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കടമ്പയാണ്. 100-ൽ 1-2 പേർക്ക് മാത്രം കിട്ടുന്ന സന്തോഷവും സമാധാനവും എൻ്റെ മോൾക്കും അവിടെ കിട്ടണമെന്ന് അച്ഛന് വാശി പിടിക്കാൻ പറ്റുമോ? പ്രത്യേകിച്ച് വിജയലക്ഷ്മിയെ പോലെ തൻ്റെടിയായ സ്ത്രീയുടെ അടുത്ത്. അച്ഛാ, അവരിപ്പോ ഈ കാണിക്കുന്ന സ്നേഹവും ഇഷ്ടമൊക്കെ വെറും നാടകമാ. എന്നെ ദ്രോഹിച്ചതിന്റെ പേരിൽ രാജീവേട്ടൻ അവരെ പൂർണ്ണമായും കൈവിടുമെന്നുള്ള പേടിയുണ്ടാ അവരിപ്പോ ഇങ്ങനെ ഓടിപ്പാഞ്ഞു വന്ന് എന്നെ തിരിച്ചു വിളിച്ചുകൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിയത്. അവർക്കും അവരുടെ ആങ്ങളയ്ക്കും ഇനി ഒരു കാലത്ത് മാറാനാവില്ല. മോളെ, എന്തൊക്കെയായാലും അവര് നിന്റെ ഭർത്താവിന്റെ അമ്മയാണ്. അവരോട് സംസാരിക്കുമ്പോ നിന്നിൽ നിന്നും വരുന്നത് അവരോടുള്ള ദേഷ്യവാ. അത് പാടില്ല. അവര് തെറ്റുകാരിയായിരിക്കാം, ഉപദ്രവകാരിയോ ആയിരിക്കാം. പക്ഷെ അവര് നിന്റെ ഭർത്താവിനെ പ്രസവിച്ച സ്ത്രീയാ. അവനെ ഈ നിലയിൽ എത്തിച്ച സ്ത്രീ. അപ്പൊ നിന്നേക്കാൾ അവകാശവും അധികാരവും അവർക്കുണ്ടെന്ന് അവര് പറയും.